നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ മോള് കുറേ ആയി പറയുന്നുണ്ട് ഒരു പൊതിച്ചോറുണ്ടാക്കണം എന്ന്. അപ്പോൾ അവൾക്ക് കൊതി വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പും കൂടി പോയിട്ടുണ്ട് ഇനി. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഈ പൊതിച്ചോറ് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രീപ്രിപ്പും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മോളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ മോളപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ തലേന്ന് മാവേലി സ്റ്റോറിലും പിന്നെ മോൾക്ക് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടേനി. അതിനായിട്ടും ഒക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇക്കാക്ക വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആദ്യം ഞങ്ങൾ മാവേലിയിലാണ് പോയത്. അപ്പോൾ മാവേലി പോയ സമയത്ത് മുളകിനും മല്ലിക്കൊക്കെയാണ് ഏതായാലും ഞങ്ങൾ സാധനം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ മുളകും മല്ലിയും അത്യാവശ്യമായതുകൊണ്ട് അതിന് കയറിയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ മുതൽ ഉണ്ടായിനി. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ പിറ്റേന്ന് പൊതിച്ചോറുണ്ടാക്കാനുള്ള സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ടേനി. അപ്പോൾ അതിലേക്ക് ഓംലേറ്റ് വേണമല്ലോ. അപ്പോൾ ഓംലേറ്റിന് കുറച്ച് കോഴിമുട്ടയും മീൻ പൊരിക്കാനുള്ള മീനും ഒക്കെ വാങ്ങിയിട്ടുണ്ടേനി. മീൻ പൊരിച്ച എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പിന്നെ നെത്തലും കോരയാണ് ഉണ്ടായിന്. പിയാപ്പിളക്കോര എന്ന് പറയും, പിന്നെ ചിലവർ കിളിമീൻ എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും വേഗം പെട്ടെന്ന് മുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോരയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 5 ആൾക്കും കൂടിയുള്ള പൊതിച്ചോറും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ ഈ നല്ല അരി ഉണ്ടല്ലോ, കുറുവ അരി 4 കിലോ കിട്ടും ഒരു കാർഡിന്. അപ്പോൾ അതിന് 30 രൂപ എങ്ങാണ്ടുള്ളൂ. നല്ല ചോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോളെ വീട്ടിലത്തെ കാർഡ് കൊടുത്തിട്ടുണ്ടേനി, ഞങ്ങളെ കാർഡും അങ്ങനെ 2 കാർഡിലും കൂടി 8 കിലോ അരി വാങ്ങിയിട്ടുണ്ടേനി. അപ്പോൾ എന്തായാലും റേഷൻ കടയിലെ അരി തിന്നുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകണം. ഇപ്രാവശ്യം കിട്ടിയ എന്തോ ഒരു മോശം അരിയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഈ അരിയും കൂടി വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ്. കണ്ടില്ല, ആ 1 ലിറ്റർ വെളിച്ചെണ്ണക്ക് 70 രൂപേൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതുമായിട്ട്. പിന്നെ അതാ 2 കാർഡ് ഉള്ളതിനോണ്ട് 2 കിലോ പഞ്ചസാരയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി. അപ്പോൾ കാർഡ് ഓൾറെഡി ഉള്ള ബാഗിലുള്ളതുകൊണ്ട് അതും കൂടിയാണ് എടുത്തത്. ഇതാ പിന്നെ മുളക് 1 കാർഡിന് 500 കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 2 കാർഡിന് കൂടി 1 കിലോ മുളകും പിന്നെ അതേപോലെ 500 മല്ലിയാണ് കേട്ടോ ഒരു കാർഡിന് കിട്ടുക. അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ 1 കിലോ. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി. ബാക്കി പിന്നെ ഒന്നും അങ്ങനെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ചെറുപയർ കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇനി. പിന്നെ കുറേ എനിക്ക് കാര്യമായിട്ട് മുളകും മല്ലിയും പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാൻ പ്രസവത്തിന് ശേഷമുള്ള ഒരു ഉജാലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇനി. പിന്നെ കുളിക്കുന്ന സോപ്പ് തിരുമ്പുന്ന സോപ്പൊക്കെ വേണം. പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. പിന്നെ അതാ നമ്മളെ ബാത്റൂമിൻ്റെ ചുമരൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബ്ബറാണ് വാങ്ങിയത്. പിന്നെ അതിന് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ ഗാലൻ്റെ ആണ് ഞാൻ നോക്കിയത്, പക്ഷേ അത് അവിടെ ഇല്ലേനി. പിന്നെ അതൊക്കെ മാവേലിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിറ്റേന്ന് മുളകും മല്ലിയൊക്കെ എന്തായാലും പിറ്റേന്ന് നമുക്ക് കഴുകി ഉണക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ തേങ്ങ ആവശ്യമല്ലോ, ചമ്മന്തിക്കും വേണം. മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു കറി വേണമെന്ന് പറഞ്ഞപ്പോൾ മോരുകറിയാണ് ഇവിടെ എല്ലാവർക്കും പ്രിയം. അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ വേഗം തേങ്ങ പൊളിച്ചെടുക്കുകയാണ്. 1 തേങ്ങയാണ്. പിന്നെ ചമ്മന്തിക്കും നമ്മൾ കറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ രാത്രി നല്ലോണം ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ മീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വരട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു മസാലപ്പൊടികളുടെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊടിയാണ് ഈ ഒരു മീനിലേക്ക് ചേർക്കുന്നത്. ഈ മീൻ പൊരിക്കാനും മീൻ കറി വെക്കാനും ബീഫിലേക്കും ചിക്കനിലേക്കൊക്കെ ചേർക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാലപ്പൊടിയും കൂടി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ മസാല ഒക്കെ ചേർത്തതിന് ശേഷം പിന്നെ അതാ അതിലേക്ക് കുറച്ച് പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് പുരട്ടിയെടുത്തിട്ട് ഇതാ ഗ്ലാസിൻ്റെ ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം കിട്ടിയതിന് ശേഷം ഇതിലാണ് എല്ലാ കളികളും. ഇപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് പുതിയത് എന്തെങ്കിലും വാങ്ങിയാൽ അതാണല്ലോ. പിന്നെ ഇളവന് നല്ലോണം കഴുകി വൃത്തിയാക്കി മുറിച്ച് ചെറിയൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് കറിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതും ബോക്സിലാക്കി. പിന്നെ കോവക്കാണ് ഉപ്പേരി വെക്കുന്നത്. ഉപ്പേരിയല്ല, ഒരു മെഴുക്കുപുരട്ടി പോലെയാണ് കേട്ടോ വെക്കുന്നത്, എരിവോട് കൂടിയിട്ട്. അത് അതേപോലെ ചെറിയ പീസാക്കി. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കോവക്ക. ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ എനിക്ക് ഇഷ്ടമായി കേട്ടോ ഈ കോവക്ക. അതുകൊണ്ട് കിട്ടുമ്പോൾ ഒക്കെ വാങ്ങലുണ്ട്, പൊരിയക്കലും ഉണ്ട്. പിന്നെ ഓൾറെഡി വൻപയർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മോൾക്ക് അങ്ങനെ കിട്ടുമല്ലോ, ഗർഭിണികൾക്ക് വൻപയറും കടലയാണ് ഇപ്പോൾ ഇവിടുത്തെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേസ്റ്റ് ആവാതെ നോക്കലുണ്ട്. അത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അതാ പാളി പോയിട്ടോ. ഈ ഒരു തേങ്ങ പൂണ്ടിട്ട് ഈ പിന്നെ കമ്പിമ്മൽ കോർത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാമെന്ന് ഇനി വിചാരിച്ചിനി. പക്ഷേ അത് രാവിലെ ആയപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് തേങ്ങ ചുട്ടിട്ടില്ല, മുളക് മാത്രമാണ് ചുട്ടത്. അത് ഞാൻ അങ്ങനെ പൂണ്ടെടുത്തിട്ട് ബോക്സിലാക്കി വെച്ചത് ഇനി.
പിന്നെ പത്തിരിയും കറിയും ഒന്നും ഉണ്ടാക്കിയിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ചോറും കറികളൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവാണ്. അതിനായിട്ട് ഞാൻ ഈ റവ ഉണ്ടല്ലോ, സൂചി റവ ആണ് കേട്ടോ, സൂചി റവ എന്നാണ് അതിന് പറയുക, വെള്ള റവ ഉണ്ട്, അതൊന്ന് വറുത്ത് വെച്ച് പിന്നെ അപ്പോഴേക്കും തേങ്ങ ചിരവി ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇന്ന് രാത്രി അന്ന് രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയും പിന്നെ അന്നത്തെ സാമ്പാറൊക്കെ ബാക്കിയുണ്ട്. അപ്പം ഉപ്പുമാവ് വേണ്ടാത്തവർക്ക് സാമ്പാറും ചപ്പാത്തിയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വേഗം കോഴിമുട്ട എടുത്ത് പുഴുങ്ങി പിന്നെ കോഫി ഉണ്ടാക്കുക കേട്ടോ ഞങ്ങൾക്ക് 3 ആൾക്കും. അപ്പോൾ മോളോടും ഞാൻ നേരത്തെ തന്നെ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഉള്ളു ചെയ്യുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വേഗം അതാ കോഫി ഉണ്ടാക്കി. ആദ്യം വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കും കാക്കൻ കേട്ടോ. കാക്കയാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയാണല്ലോ അങ്ങനെ ഒരുമിച്ച് എണീക്കുക. അതുകൊണ്ട് പിന്നെ ഇതാ കാക്ക രാവിലെ ഒരു ഓട്ടം പോയി വരുമ്പോൾ പഴംപൊരിയും പൊരിച്ചോത്തിരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പോൾ മെഴുക്കാണിത് ഡെയിലി കഴിക്കുന്നതല്ല കേട്ടോ. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, പൊരിച്ചത്തിരി എല്ലാവർക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചത്തിരി. അത് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു കൊതിയാണ് അതിനോട്. അപ്പോൾ അതുകൊണ്ട് കാക്കനോട് ഞാൻ ആദ്യമേ പറയുന്നത് പൊരിച്ചത്തിരി നിങ്ങൾ ഡെയിലി കൊണ്ടുവരരുത് പറഞ്ഞിട്ട്. അതിനങ്ങനെ ഇപ്പോൾ കൊണ്ടുവരലില്ലല്ലോ കേട്ടോ. അപ്പോൾ മോളുള്ളതുകൊണ്ടാണ് പഴംപൊരിയും പൊരിച്ചത്തിരി വാങ്ങി കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ട്. ഇനി എന്നാലും പൊരിച്ചത്തിരി കണ്ടപ്പോൾ ഞാൻ വിട്ടില്ല കേട്ടോ കഴിച്ച്. പിന്നെ ചായയോടെയൊക്കെ കഴിഞ്ഞ് എന്നതിൻ്റെ ശേഷം അതാ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിനയിലൊക്കെ കൂടി ഇട്ടിട്ട് ചെറിയ കുക്കറിൽ അതൊന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. മോരുകറി ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ വെക്കാവുള്ളൂ. മോരും തേങ്ങയൊക്കെ ഒഴിക്കുമ്പോൾ പിന്നെ കുറേ ഒരു ലൂസ് പോലെ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ ഞാനപ്പുറത്ത് പണിയെടുക്കുമ്പോൾ മോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ആ ഉപ്പുമാവിനുള്ള ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്ന് അരിയാൻ. അപ്പോൾ അവൾ അതിനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അതുകൂടെ അരിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വേറെ പണിയെടുക്കാമല്ലോ. അപ്പോൾ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് കാകൻ ഓർഡർ. പക്ഷേ ഞങ്ങൾ ഇറങ്ങുമ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ആ ഇളവനുണ്ടല്ലോ, അത് അപ്പുറത്തെ സൈഡിലത്തെ അടുപ്പിലേക്ക് ആക്കിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണം. ഉപ്പുമാവ് എല്ലാവർക്കും അറിയുന്നതാണ് ഉണ്ടാക്കുന്നത്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിനെല്ലാം കൂടി ഇട്ട് വാട്ടിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോഴേക്കും ആ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ കുറച്ച് പണിയുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മോര് കറിയിലേക്കുള്ള തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ മോരിൽ ജീരകം ഇടലില്ല. അപ്പോൾ മോൾക്ക് ജീരകം നിർബന്ധമാണ്. എനിക്കിഷ്ടമല്ല ജീരകത്തിന് ചോയ, അതുകൊണ്ട് അതൊന്ന് കുറച്ച് ജീരകവും ചേർത്ത് അരച്ചെടുക്കും. പിന്നെ ഒഴിഞ്ഞ പാത്രങ്ങൾ അപ്പം കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് അത് വലിയൊരു പണിയായി മാറും. പിന്നെ കോവക്കൻ്റെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഉപ്പേരിയല്ല മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ അതിലേക്ക് ഉള്ളിയും പിന്നെ നേരത്തെ മോള് ഈ ഉപ്പുമാവിന് അരിഞ്ഞ കുറച്ച് ഉള്ളി ബാക്കിയുണ്ടെങ്കിൽ അതും പച്ചമുളകും കറിവേപ്പിനലിയും ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കി മാറ്റി കൊടുക്കാമല്ലോ. പിന്നെ അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ട് റവ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വെള്ളം ഒരുപാട് ലൂസായി പോയാൽ ഉപ്പുമാവ് കുഴഞ്ഞ പോലെ ആയിപ്പോ കേട്ടോ. അപ്പോൾ ഇവിടെ ഉപ്പുമാവ് കുഴഞ്ഞത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു പിരി എന്നുള്ളൊരിതുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ പറയുക. അപ്പം നല്ലൊരു ഡ്രൈ പോലെ ആവണം, അപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ലൂസായി വെള്ളം പോലെ ആയാലും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ 3-4 ദിവസം മുമ്പേ ഓർഡർ ഇട്ടിട്ടുള്ള ചെമ്പ് കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പോൾ അത് യഥാസ്ഥാനത്തേക്ക് വെക്കാൻ ഇതുവരെ സമയമായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മേലോട്ട് വെച്ചാലാണ് ആരെങ്കിലും ഓർഡർ തരികയും ചെയ്യുക. പിന്നെ അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ആയുധങ്ങളൊന്നും പുറത്തിടരുതെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വിറക് കീറിയത് അവിടെ തന്നെ ഇട്ടേച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ കാക്ക അങ്ങനെ ചെയ്യലില്ല, എടുത്ത് വെക്കലുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ കായ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത്യാവശ്യം പഴുത്തിട്ടില്ല. പിന്നെ ഈ ഇരുമ്പിപ്പുളി പോലെയാണ്. ഇരുമ്പിപ്പുളി നമുക്ക് വലിയ ഇഷ്ടവും കൗതുകമൊക്കെയാണ് കാണുക, പക്ഷെ അതൊരു ശല്യമായി മാറും ഈ ചാമ്പക്ക പോലെയൊക്കെ. ഇതിങ്ങനെ തൊയിഞ്ഞ് ഇലയും കായും തൊയിഞ്ഞ് നമുക്ക് ആ ഒരു പുറമെന്ന് എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ കിട്ടുമ്പോഴും കിട്ടുന്ന ആ ഒരു ഇഷ്ടം പിന്നെ നമുക്ക് വീട്ടിലുണ്ടായാൽ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ടാണ്. ഇത് ഉണ്ടാവലൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടലില്ല. ഇതൊക്കെ അതിൻ്റെ ആവശ്യക്കാർ പറിച്ചോട്ട് പോകും കേട്ടോ, കാക്കയും മറിച്ചൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ അത്ര 15 സപ്പോർട്ടുണ്ട് 20 സപ്പോർട്ടുണ്ട് എന്നൊക്കെ പറയും, പക്ഷേ ലാസ്റ്റിലേക്ക് ഒന്നുപോലും കിട്ടാറില്ല. പിന്നെ ചോറിന് പുറത്താണ് കേട്ടോ അരി അടുപ്പത്തിട്ടത്. അപ്പോൾ നമ്മൾ അടുക്കളയിലെ പണി കഴിയുമ്പോൾ ചോറ് വെന്തോളും.
പിന്നെ അരി വേഗം ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ ചാമ്പക്ക നല്ലോണം ഉണ്ടാവും കേട്ടോ. 2-3 വട്ടമൊക്കെ വർഷത്തിലുണ്ടാവും. കുറേയൊക്കെ കുട്ടികൾ പെറുക്കി കൊണ്ടുപോകും, കുറേ തൊയ്യും, അങ്ങനെ തീരലാണ്. പിന്നെ ബാക്കിയുള്ള റവ ഞാനൊരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മോളാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ കുറേ പണികളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാണ്. പിന്നെ ഓൾക്ക് പിന്നെ കുട്ടികളെ പിന്നാലെ നടക്കാനുണ്ടാവും കുറച്ച്. പിന്നെ അപ്പോഴേക്കും മോളിൽ പോയിട്ട് വഴുതനങ്ങയും പിന്നെ ആ ഒരു സാലഡ് തക്കാളിയൊക്കെ പറിച്ചിട്ടുണ്ടോന്നാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ എന്താണ് കോവക്കയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മളെ ഇളവ വെന്തിട്ട് തേങ്ങ അരച്ചതും പിന്നെ അതേപോലെ മോരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് മോരില്ല കേട്ടോ, മോര് ഒഴിക്കുന്നില്ല ഞാൻ. വളരെ കുറച്ച് സാധനങ്ങളെ ഒഴിക്കുന്നുള്ളൂ മോര് കറിക്ക്. കാരണം ഞങ്ങൾ വീട്ടിലിരുന്ന് കഴിക്കാനുള്ളതല്ലല്ലോ, പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനോണ്ട് ബാക്കി വന്നാൽ വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ ഞാൻ ആ ഒഴിഞ്ഞ പാത്രം കഴുകിയിട്ട് തന്നെയാണ് അതിലേക്ക് തന്നെയാണ് വീണ്ടും സാധനങ്ങൾ വെക്കുന്നത്. പിന്നെ റവ വറുത്ത് വെച്ചിരുന്നതും പിന്നെ അങ്ങനത്തെ അതേപോലെ ഒരു കുക്കറിൽ തന്നെ 2 തരം കറി അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ മോര് കറി ഒഴിവാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ആ വൻപയറിൻ്റെ ഉപ്പേരി വെക്കണം. അങ്ങനെ പലതിനും പല പാത്രം എടുക്കുന്നില്ല, ഓരോ പാത്രങ്ങളും ഒന്ന് കുറച്ചിട്ടുണ്ട്. പിന്നെ പാനിന് ചൂടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പിനില വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കുകയാണ്. കറിവേപ്പിനില ഇട്ട് കൊടുത്താൽ അതിനൊരു പ്രത്യേക മീൻ പൊരിച്ചതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും, വല്ലാതെ അങ്ങനെ അടി പിടിക്കുകയില്ല. അപ്പോഴേക്കും ഞങ്ങൾ 5 ആൾക്കുള്ള മീൻ പൊരിച്ചത് സെറ്റാക്കിയിട്ട് പിന്നെ വൻപയർ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പുറത്തെ അടുപ്പിൽ സാമ്പാർ നല്ലോണം ചൂടാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് മോര് കറിയിലേക്ക് വറവ് ഇട്ടിട്ടുണ്ട്, കടുകും വറ്റൽമുളകും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഫ്ലോപ്പായ ഒരു ചമ്മന്തിയാണെന്ന്. തേങ്ങ ഒക്കെ ചുട്ടരയ്ക്കണമെന്ന് വിചാരിച്ചതിന്, പക്ഷേ മുളക് മാത്രമാണ് ചുട്ടത്. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് തന്നെ മീൻ പൊരിച്ചത് ഒന്ന് കഴുകി മാറ്റിയിട്ട് അതിലേക്ക് തന്നെ ഓംലേറ്റും ഉണ്ടാക്കി. പിന്നെ ബാക്കി വീണ്ടും വന്ന പാത്രങ്ങൾ വീണ്ടും ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം 2-3 ഉണ്ടാകുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവില്ല. കുറേ കൂട്ടി വരുമ്പോഴാണ് ഈ പണിൻ്റെ ഉള്ളിൽ കൂടെ ദേഷ്യം പിടിക്കുകയും ചെയ്യും. എനിക്ക് പാത്രങ്ങൾ കണ്ടമാനം സിങ്കിൽ നിറഞ്ഞാൽ എന്തോ ഒരു ഇറിറ്റേഷനാണ് അത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തേക്കാന്ന് വെച്ച് വെക്കുന്നതിനാണ്, പക്ഷെ എന്നാൽ നമ്മൾ തന്നെ ചെയ്യുന്ന പണി നമുക്ക് തന്നെ വേന ആവലാണ്. പിന്നെ ചമ്മന്തി പൊടിച്ചിട്ടുണ്ട്, വൻപയർ വറവിട്ട്. പിന്നെ അതൊക്കെയാണ് കേട്ടോ നമുക്ക് പൊതിച്ചോറിലേക്കുള്ളത്. കറികളൊക്കെ സെറ്റായതിന് ശേഷം ഇക്കാക്കനെ വിളിച്ച് പൊതി ഒന്ന് കെട്ടിത്തരാൻ പറയണേ. അതിൻ്റെ ഇടയ്ക്ക് ഇല പറിച്ചിട്ടുണ്ടോന്ന് കഴുകി ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഞാനത് വാട്ടിയെടുത്ത് പിന്നെ അതിലേക്ക് ചോറും കറികളും ഉപ്പേരിയും ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊതിച്ചോറിന്, അത് പറയാതിരിക്കാനാവില്ല. മീൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട, എനിക്ക് മീൻ പൊരിച്ചത് നിർബന്ധമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ നല്ലൊരു താല്പര്യമാണ് ഭക്ഷണം കഴിക്കാൻ. വല്ലാതെ ഒരുപാട് കഴിക്കാനൊന്നും പാടില്ല, എന്നാലും മീൻ പൊരിച്ചത് എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പൊതിയൊക്കെ നല്ലോണം ഒന്ന് കെട്ടിയെടുക്കുകയാണ്. അപ്പോഴേക്കും ഇഷുമോനും ബേബിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് പൊതി കെട്ടുന്നതൊക്കെ. പിന്നെ എല്ലാ മാസവും അല്ല 3 മാസം കൂടുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് DYFIൻ്റെ പൊതിച്ചോറില്ലേനോ, അപ്പോൾ അത് ഇക്കാക്ക തന്നെയാണ് കേട്ടോ കെട്ടിത്തരൽ. ഞങ്ങൾ 5 പൊതി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളിന്ന് ട്രിപ്പ് പോകുന്നത് കക്കാടംപൊയിൽ ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫാമിലിയിലെ കുറേ ആൾക്കാർ അങ്ങോട്ട് എത്തും. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവർ 3 മണിക്ക് എത്തിയാൽ മതിയാണ്, പക്ഷേ ഞങ്ങൾ 9:30 മണിക്ക് ഇക്കാക്കക്ക് താമരശ്ശേരി വഴി ഒന്ന് പോകാനും ഉണ്ടായിന്, അതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടായി. തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇത് കണ്ടത് കേട്ടോ. ഇത് ഏതാ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, അവിടെ തിരുവമ്പാടി അവിടെ ഒക്കെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ വാഴക്കന്ന് വാങ്ങിയിട്ട് 2 കന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി. സത്യത്തിൽ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പോകുന്ന വഴിയിലെ കൃഷികളും മൊത്തം കൃഷിയാണ് ആ ഭാഗത്തൊക്കെ. ദൂരോട്ട് നല്ല മലനിരകളും മഴയും കോടയും എല്ലാം കൂടി ആയിട്ട് ആ യാത്ര നല്ലൊരു അടിപൊളി യാത്രയാണ് കേട്ടോ. നല്ല മഴയൊക്കെ വഴിയിൽ നിന്ന് കിട്ടി, 2-3 വട്ടം കിട്ടി, പക്ഷെ ഞങ്ങൾ വണ്ടിയിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഒരു മഴ ചോർന്നിട്ടുള്ള ആ ഒരു ആകാശമാണ് കേട്ടോ, നല്ല തെളിഞ്ഞ്. ഒരു മഴ പെയ്യും, പിന്നെ തെളിയും, പിന്നെ ഒന്നുകൂടി പെയ്യും, അങ്ങനെയാണ്. പിന്നെ വഴിയിൽ ഞങ്ങൾ നിർത്തി കുറേ അവിടെയൊക്കെ കാഴ്ചയൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു യാത്ര നല്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടിയത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറേ സമയമുണ്ട്. ഇനി 3 മണിക്കാണ് റിസോർട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോഴിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്കും അത് റിലീസാണ്. കുറേ ദിവസമായി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അല്ല, എവിടെയും പോവലില്ല. പിന്നെ അതുമല്ല മക്കൾ വെക്കേഷൻ ആയാലും ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇപ്രാവശ്യം അതും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പുറത്തേക്ക് പോകാമെന്നൊരു ചാൻസ് കിട്ടിയപ്പം അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഞങ്ങൾക്കും വലിയൊരു മനസ്സിനൊരു സമാധാനമൊന്നും ഇല്ലേ, ഇനി മോൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരുപാട് അകലല്ലാത്തതുകൊണ്ട്
വയനാട് ചുരമൊന്നും കയറുന്നവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് വയനാട്ടിലത്തെ യാത്ര ഇങ്ങോട്ടേക്ക് ആക്കിയത് കേട്ടോ. വയനാട്ടിലേക്ക് പോയി ചുരമൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. മോൾക്ക് എന്തെങ്കിലും ഡേറ്റ് ആയിട്ടില്ല, എന്നാലും അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. 9 മാസം കഴിഞ്ഞിക്കിന് 9 മാസം തുടക്കമാണിത്, കഴിഞ്ഞിക്കല്ല തുടക്കമാണ്. അപ്പോൾ ജൂൺ 1 അവൾക്ക് ഡെലിവറി ഡേറ്റ് തന്നിട്ടുള്ളത്. പിന്നെ ഇതും സിസേറിയൻ ആയതുകൊണ്ട് പിന്നെ ആ ഡേറ്റിലേക്കൊന്നും പോകലുണ്ടാവില്ല. എന്തായാലും ഇതാ നല്ല യാത്രകളൊക്കെ ആ കോഴിപ്പാറ ഇത് കണ്ട് വന്നതിന് ശേഷം നമ്മുടെ ആ കോഴിപ്പാറൻ്റെ ഭാഗത്തുള്ള കാടുകളിലാണ് നമ്മുടെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒളിച്ചിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് 1:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ പൊതിച്ചോറിന് ഞാൻ ഭയങ്കരമായിട്ട് വല്ല ശല്യം ചെയ്ത് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു കടൻ്റെ മുന്നിൽ എന്താ പറയുക ഈ കച്ചവടമൊന്നും ഇല്ലാത്തൊരു കട പോലെ തോന്നി. അവിടെ ഒരു മേശയും കസേരയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടോ. ഭക്ഷണം കഴിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ആ കടയിലെ പെണ്ണ് വന്ന് അവർ അത് തുറക്കാൻ വേണ്ടി വന്നു. പെട്ടെന്ന് ഞങ്ങൾ പിന്നെ നല്ല ആസ്വദിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ പെണ്ണ് വന്ന്. അപ്പോൾ പിന്നെ വേഗം ഞങ്ങൾ ഫുഡ് വേഗം സ്പീഡ് കഴിച്ച് വേഗം പിന്നെ 3 മണി ആയപ്പോഴത്തേനൊക്കെ തന്നെ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ ഇനി മറ്റോലും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ റിസോർട്ട് വലിയൊരു അടിപൊളി റിസോർട്ടൊന്നും പറഞ്ഞുകൂടാ, എന്നാലും പിന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു 10-20 ആളുണ്ട് കേട്ടോ, കുട്ടികളടക്കം. അങ്ങനെ ഈ ഒരു ഭാഗം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതേപോലെ ഒരു ചെറിയൊരു ലോണും ചെറിയൊരു ഊഞ്ഞാലും ഒക്കെ എൻ്റെ വലിയൊരു സ്വപ്നമാണ്. അത് നടക്കാൻ സാധ്യതയില്ല, കാരണം സ്ഥലമില്ല ഞങ്ങൾക്ക്. സ്ഥലം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനത് നടത്തിക്കേനി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല മിസ് ചെയ്തിട്ട് ആ ഭാഗം. പിന്നെ അവിടെ പുറത്ത് നിന്നതിൽ കൂടുതൽ സമയം ഞാൻ ആ പുൽത്തകിടിയിലും ആ ഊഞ്ഞാലിലും തന്നെ ആയിന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നല്ലൊരു ദിവസമായിന് കേട്ടോ. എല്ലാവരും നല്ല രസമായി. നമ്മുടെ ഞാൻ പറയില്ലേ, കാക്കൻ്റെ ഫാമിലിയിലെല്ലാം ഈ കൂടിച്ചേർന്ന ഭയങ്കര വൈബുള്ള ആളുകളാണ് എല്ലാവരും. തമാശയും എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ നമുക്കിതൊന്നും ഓർമ്മയുണ്ടാവില്ല. നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ പുൽത്തകിടിയിൽ നിന്നിട്ട് ചെറിയൊരു റീൽസും എടുത്തിട്ടുണ്ടായി കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.